അപ്പോൾ വൈകുന്നേരമായി ഫ്രണ്ട്സ്. അപ്പം നമ്മൾ കുട്ടിക്ക് കുറുക്ക് ഉണ്ടാക്കണം. അതിനുശേഷം കുട്ടി കുറുക്ക് കൊടുത്തിട്ടൊക്കെ നമുക്ക് സിനിമ കാണാൻ പോകണം കേട്ടോ, നേരും മൂവി. അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം കുറുക്കിന് ഇപ്പം എടുക്കുന്നത് അമൃതം പൊടിയാണ് കേട്ടോ, ഒരു ചെറിയ സ്പൂണോളമാണ് എടുക്കുന്നത്. അതിനുശേഷം ഞാൻ പനങ്കൽക്കണ്ടം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ലത് നോക്കി എടുത്തതിന് ശേഷം പൊടിച്ച് വെച്ചേക്കാണ്. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ മധുരം പനങ്കൽക്കണ്ട കേട്ടോ കൊടുക്കുന്നത്, അതാണ് നല്ലതെന്ന് കേട്ടത്. പിന്നെ ഇത്തിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഈ അമൃതം പൊടിയും പനങ്കൽക്കണ്ടവും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇടാം കേട്ടോ. അതിനുശേഷം നമുക്ക് ചൂടാക്കി നല്ലപോലെ കുറുക്കി എടുക്കാം. നിങ്ങൾക്ക് എത്ര മാത്രം കുറുക്കണം എന്നനുസരിച്ച് ഇതാക്കാം. കുറച്ച് കുറുകി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഒന്നെങ്കിൽ വൈകിട്ട് ഇപ്പൊ ഞാൻ 3 നേരം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, 1 സ്പൂൺ 2 സ്പൂൺ ഇതൊക്കെ കഴിക്കൂ, എന്നാലും കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ടേസ്റ്റ് മറക്കാതിരിക്കാൻ വേണ്ടിട്ടോ. നമ്മുടെ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരുവിധമൊക്കെ കുറുക്ക് എങ്ങനെയൊക്കെയോ കുടിപ്പിച്ചു. അപ്പൊ ഒന്നും എനിക്ക് വീഡിയോ എങ്ങനെ പറ്റിയില്ല, കാരണം അതും എല്ലാം കൂടെ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് ലാപ്ടോപ്പിൽ PSCയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കൊടുക്കണമായിരുന്നു. അപ്പൊ അത് കുഞ്ഞിനെ വെച്ചുകൊണ്ടൊക്കെ ഭയങ്കര പാടാണ്. കുഞ്ഞാണെങ്കിൽ കീബോർഡ് പിടിച്ച് വലിയാണ് എപ്പോഴും നോക്കിയാലും. ഞാൻ ഇടയ്ക്ക് ഹസ്ബൻഡിന്റെ കൊടുത്തു കഴിഞ്ഞാലും ലാപ്ടോപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും അവൻ ഇങ്ങനെ വലിക്കും എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ നോക്കിയപ്പോഴാണ് എനിക്കതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കി ഒക്കെ എടുക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഷോ തുടങ്ങുന്നത് 7 മണിക്കാണ് കേട്ടോ. അപ്പൊ ഫിലിം കാണാൻ പോകണം. അപ്പം അത് കാണിക്കാം. അപ്പം പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ്, ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും പുറത്തുനിന്ന് ഫുഡ് വാങ്ങാം എന്നും ഓർക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ആവുമെന്ന്. PSCയുടെ എക്സാം ഞാനിപ്പം 3-4 വട്ടം എഴുതിയിട്ടുണ്ട്. ക്ലാസ്സിനൊന്നും പോകുന്നില്ല, അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാമെന്ന് ഓർത്തു. അപ്പൊ ഇതായിട്ടാ നമ്മുടെ മോൻകുട്ടന്റെ ബഹളമൊന്നും പറയണ്ട. ചില സമയത്ത് നമ്മളിട്ടങ്ങ് അലട്ടിക്കളയും, ഭയങ്കര ദേഷ്യക്കാരൻ. അപ്പൊ ജസ്റ്റ് ഞാൻ വീഡിയോ നിർത്തി. വീഡിയോ ആണെങ്കിൽ ഫോണൊക്കെ കൊണ്ട് തട്ടി തെറിപ്പിച്ച് കളയുന്ന ഒരു പ്രത്യേക തരം ഇതാ. പക്ഷെ ഇതൊക്കെ ഒരു എൻജോയ്മെന്റ്, രസമാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉമ്മിച്ചായ കൊച്ചിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. പ്രശ്നമൊന്നുമില്ല, ഇടയ്ക്ക് ജ്യൂസൊക്കെ കുടിക്കും. അപ്പൊ നേരെ മൂവിയാണ് കാണാൻ പോയത്. സൂപ്പർ മൂവി കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. ഫാലിമി കഴിഞ്ഞ് കണ്ടതിൽ ഇഷ്ടമായത് ഈ ഒരു ഫിലിമാട്ടോ. അപ്പം നല്ലൊരു തിയേറ്ററാണ്, സ്വാതി എന്ന് പറയുന്ന തിയേറ്ററിലാണ് പോയത്, നൂറനാടുള്ളത്. കുറച്ച് ലോങ് ആണ്, നമുക്ക് ഇവിടെ നിന്നാലും പോയി കണ്ടു, നല്ല ഇഷ്ടമായി. പിന്നെ നമ്മൾ പുറത്തു നിന്ന് കേട്ടോ ഫുഡ് കഴിച്ചത്, പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ബീഫ് ചില്ലിയും ഒക്കെ നല്ലതായിരുന്നു. ഇനിയിപ്പോൾ നാളെ മുതൽ കട്ടയ്ക്കായിട്ട് കുറച്ച് ഹെൽത്തി ഡയറ്റ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു.